തുറന്നു. പ്രാർത്ഥിച്ചോ? ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കണി കണ്ടതാണ് കണ്ടത്. എല്ലാവരും കണിയൊക്കെ കണ്ട് വിഷുവൊക്കെ അടിച്ച് പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എല്ലാവർക്കും നന്മയുള്ളൊരു വർഷം ആശംസിക്കുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ വീട്ടിലൊരുക്കിയ കണി. അപ്പോൾ എല്ലാവരും കണിയൊക്കെ ഒരുക്കിയായിരുന്നോ? അടിപൊളിയായിരുന്നോ? വിഷു പായസമൊക്കെ വെച്ചോ? ഇവിടെ പായസം മാത്രം വെച്ചില്ല കേട്ടോ. അതൊരു ചെറിയ സങ്കടമുണ്ട് കേട്ടോ. പായസം വയ്ക്കാത്ത എനിക്കൊരു സങ്കടം തന്നെയാണ്. പായസം എന്താ പറയുക, ചിലവരുടെ വീക്ക്നെസ് ആണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം. അപ്പോൾ ഇതാണ് എൻ്റെ കണ്ണൻ. അപ്പോൾ കണിയൊക്കെ ഒരുക്കി കുറച്ച് വീഡിയോസൊക്കെ അങ്ങ് എടുത്തു. ഞാൻ അന്നേ സമയത്തൊന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. എഡിറ്റ് ചെയ്യണം, എനിക്ക് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു, അതുകൊണ്ട് അത് ഇടാൻ പറ്റിയില്ല. കാക്ക എൻ്റെ ഒപ്പം തന്നെ വോയിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കാക്കേനെ കൊണ്ട് ഞാൻ തോറ്റു. അപ്പോൾ അതേ കുറച്ച് വീഡിയോസ് എടുക്കുന്നതിൻ്റെ കഷ്ടപ്പാടുകളൊക്കെയാണ് ഗായ്സ് നിങ്ങൾ കാണുന്നത്. അത്ര നന്നായിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ എടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. രാവിലെ ഉപ്പിട്ടും കടലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ ഐസ്ക്രീം ചേട്ടൻ റോട്ടിലൂടെ പോയി ഐസ്ക്രീം ചേട്ടനെ വിളിച്ച് വരുത്തി ഞങ്ങൾ ഐസ്ക്രീം മേടിച്ച് കഴിക്കുകയാണ് കേട്ടോ. ഒരു കാര്യമില്ലായിരുന്നു കേട്ടോ. ഇതെൻ്റെ അച്ചായിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കളിക്കാൻ അച്ചായി ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചുമ്മാ വീഡിയോസ് എടുക്കണുണ്ടപ്പോൾ ഓടി വന്ന് നിന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഫോട്ടോസൊക്കെ എടുത്തതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണണം കേട്ടോ. എന്താ പറയുക, ഞങ്ങളുടേതായ കുറച്ച് വീഡിയോസ് കൂടെ പുറപ്പാണല്ലോ. അപ്പോൾ ഉച്ചയായപ്പോഴത്തേനും ഊണ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഊണിന് അവിയൽ, സാമ്പാർ, തോരൻ, അച്ചാർ, പപ്പടം, ഇഞ്ചിക്കറി, പിന്നെ എന്തുമായിരുന്നു, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു മിനി സദ്യയായിരുന്നു. പായസം വെച്ചില്ല കേട്ടോ. പായസം മിസ്സിങ് ആണ് ഗായ്സ്. എനിക്ക് സങ്കടം വരുന്നു. പക്ഷേ ഇനി നമ്മുടെ ആമിയുടെ അമ്പാടിയുടെ പിറന്നാൾ വരുന്നുണ്ട്. അന്നേരം നമ്മൾ എന്തായാലും പായസം വെക്കും കേട്ടോ. അപ്പോൾ അതേ ഊണ് കഴിക്കാൻ പോവാണ്. ആമിക്കും അമ്പാടിക്കും എല്ലാ കറി കൂട്ടിയൊന്നും കഴിക്കണേ അങ്ങനെ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പക്ഷേ വിഷു ആയതുകൊണ്ട് എല്ലാം കൂട്ടണമെന്ന് പറഞ്ഞ് ഇലയിൽ വിളമ്പി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ കറികളൊക്കെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. പപ്പടവും സാമ്പാറുമാണ് അവരുടെ ഫേവറേറ്റ്. അത് കൂട്ടിയാണ് മിക്കതും കഴിക്കാറ് കേട്ടോ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കും അതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതേ ഊണ് കഴിക്കുകയാണേ. അപ്പോൾ എല്ലാവരും വിഷുവായിട്ട് ഔട്ടിങ്ങൊക്കെ പോയോ, ട്രിപ്പൊക്കെ പോയോ? നമ്മൾ പോയത് ട്രക്കിങ്ങിനാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിലെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിഷുവൊക്കെ കഴിഞ്ഞിട്ട്, വിഷു കഴിഞ്ഞില്ല, വിഷുവിൻ്റെ വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മൾ ട്രക്കിങ്ങിന് പോവാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയിട്ടുണ്ട് കാണുന്ന മല. കുറേ വീഡിയോസിലൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ മലയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ മലയിൽ നിന്ന് നോക്കിയിട്ടുണ്ട് നമ്മുടെ വീട് കാണാവോ എന്നുള്ളൊരു എന്താ പറയുക, ഒരു കണ്ടുപിടുത്തം നടത്താൻ വേണ്ടിയിട്ട് പോകണതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് 2 വണ്ടിയിലായിട്ട് പിക്കപ്പിലാണ് നമ്മൾ പോകുന്നത്. ട്രക്കിംഗ് ആണ് കേട്ടോ നമ്മുടെ ഉദ്ദേശം, മെയിൻ ഉദ്ദേശം ട്രക്കിംഗ് ആണ്. അപ്പം ഞങ്ങൾ 2 വണ്ടിയിലായിട്ട് പോയിട്ട് ഒരു എന്താ പറയുക, കുറേ ദൂരം ഞങ്ങൾ ബൈക്കിനാണ് കേട്ടോ പോയത്. അതേ ആ കാണുന്ന മലയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ എല്ലാ പ്രാവശ്യവും ഞാൻ ആ മല ഇങ്ങനെ കാണിച്ചു തരാറുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ മല ശരിക്കും കാണാൻ പോവാണ് കേട്ടോ. അപ്പം നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും, അല്ല കേട്ടിട്ടുണ്ടാവും ഞാൻ ഫ്രണ്ടിലത്തെ മലയുടെ കാര്യങ്ങൾ പറയുന്നത്. അവിടെ മഴ പെയ്യുന്നത്, അവിടെ ഇങ്ങനെ മഞ്ഞ് വരുന്നതൊക്കെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതെൻ്റെ ചെറിയ ചെറിയ വട്ടുകളിലൊന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു വലിയ മല, അതായത് ഈ ഒരു വലിയ കയറ്റം കയറി ചെന്നിട്ടാണ് നമ്മൾ ട്രക്കിങ് തുടങ്ങുന്നത് കേട്ടോ. ഇത് കുറേ ദൂരം നമുക്ക് കോൺക്രീറ്റ് വഴിയാണ് കേട്ടോ. അപ്പോഴൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ നേരെ ഇരിക്കുന്ന വഴി ആയതുകൊണ്ട് ഇച്ചിരി ടാസ്ക്കാണ് നമുക്ക് അവിടെ എത്തിപ്പെടുക എന്നുള്ളത് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങളെല്ലാവരും എന്താ പറയുക ഫ്രണ്ടിലിരിക്കും, കുഞ്ഞിനാണെങ്കിൽ ബാക്കിലാണ് കേട്ടോ നിൽക്കുന്നത്. പിക്കപ്പ് ആയതുകൊണ്ട് അവിടെയാണ് കുഞ്ഞൻ നിൽക്കുന്നത്. അടിപൊളി യാത്രയായിരുന്നു. കുഞ്ഞിൻ്റെ നടുവൊടിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ യാത്ര കണ്ടിട്ട് വന്നാലോ? ചേട്ടൻ കോൺക്രീറ്റ് തീർന്നു കഴിയുമ്പോൾ ഒരു പാറയുണ്ട്. ആ പാറ കയറിയിട്ട് വല തിരിഞ്ഞു പോകണം. നേരെ പോയില്ല, പാറ കയറിയിട്ട് വല തിരിഞ്ഞു പോകണം. പാറയുടെ വണ്ടി പോകണല്ലേ? പാറയുടെ വണ്ടി പോയില്ല. അല്ലെ നമ്മുടെ ഒരു കൊച്ചിടേ ഉള്ളൂ, അത് നമുക്ക് ചിലപ്പോൾ കാണാം. അതിലെ കയറി പോയിക്കോളും.
വണ്ടിയെല്ലാം കയറി കഴിഞ്ഞ ദിവസം കടിയടിക്കുന്നുണ്ടായിരുന്നു. നോക്കിക്കേ ഇനി മല കയറാൻ പോവാ നമ്മള്. അച്ഛാ നമ്മള് മല കയറാൻ പോവാണേ. അപ്പോൾ ചേട്ടനോട് വഴിയൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. ഇപ്പോൾ ഈ വഴി കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് എന്തോന്ന് ട്രക്കിങ്, ഇത് ഇപ്പോൾ സാധാരണ വഴിയല്ലേ എന്ന് ഓർക്കും കേട്ടോ. പക്ഷേ ഈ വഴി കുറച്ച് ദൂരമുള്ളൂ ഗൈസ്. ട്രക്കിങ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട, സീറ്റയിൽ ഇരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഇച്ചിരി നേരം വൈകിയോ എന്നൊരു സംശയം ഇല്ലാതില്ല. അപ്പോൾ ദേ ഈ ഒരു പാറ കയറുന്നതോടുകൂടി നമ്മുടെ ട്രക്കിംഗ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക കുടുക്കമുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്തിറങ്ങിയിട്ടാണ് കേട്ടോ ആ ഒരു പാറയിൽ കയറാൻ നോക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ദേ ഇറങ്ങിയിട്ട് വീഡിയോ ഒക്കെ എടുക്കുക. ചേട്ടനാണെങ്കിൽ വീഡിയോ ഒക്കെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ചേട്ടനെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കുഞ്ഞനും തനിമോളും ഒക്കെ കൂടെ കൂടി വീഡിയോ എടുക്കുന്നുണ്ട്. ഞാനപ്പോൾ ദേ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പാടുപെട്ടാണ് കേട്ടോ വണ്ടി കയറുന്നത്, കണ്ടാലറിയാലോ. അപ്പോൾ ഈ ഒരു സ്ഥലം പിന്നെ ഒരു സ്ഥലത്തും കൂടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ കയറി പോകാനായിട്ട്. അന്നേരം ദേ വീഡിയോ എടുക്കാനായിട്ട് ഓടിക്കയറിയതാണ്. കതച്ചിട്ട് പാടില്ല എൻ്റെ ഗായ്സ്. അപ്പോൾ ദേ കുഞ്ഞിനാണ് ഇരുന്നും കിടന്നൊക്കെ വീഡിയോ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ വണ്ടി അവിടെ നിന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടിയിലേക്ക് കയറാം കേട്ടോ, അല്ലെങ്കിൽ പണിയാവും ഗായ്സ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ത്രില്ലാണ്. അവർക്ക് എന്താ പറയണേ, നമ്മുടെ ഇത്രയും ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ദൂരം നടന്ന് കഴിഞ്ഞപ്പോഴത്തേനും അടിപൊളി വ്യൂ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല, എന്ന് വെച്ചാൽ നല്ല റോഡൊന്നും അല്ല കേട്ടോ. താഴേക്ക് നോക്കിക്കേ, താഴെ നോക്ക്, മഞ്ഞ. നമ്മുടെ വീട് കാണാൻ നമ്മുടെ വീട്. ഫോട്ടോ എടുക്കട്ടെ? ഫോട്ടോ എടുക്കണം. ഇല്ലെന്ന് ഇവരൊന്നും കണ്ടിട്ടില്ല. ഒന്നും പറയണ്ട ദാസ. അയ്യോ ഫോണുണ്ട്. എങ്ങനെയുണ്ടാ? നല്ല സുഖമുണ്ട്. കല്ലേ കാല് കാല് കല്ല് അവിടെ ഉണ്ടല്ലോ. ഹലോ അമ്മ, ഈ വീടിന്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുക്കണം. ഞങ്ങൾ ഇറങ്ങിയാലോ? അപ്പോൾ നമ്മുടെ നടുവിന് സേഫ്റ്റി നോക്കിയിട്ട് നമ്മൾ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. അതായത് ഇവിടെ കുറേ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളും ആൾ താമസമില്ലാത്ത വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടിട്ടുണ്ടെങ്കിൽ ഭയാനകമാണ്, പക്ഷേങ്കിൽ എൻ്റെ കാര്യമാണ് കേട്ടോ. അങ്ങനെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞെന്തേ വീഡിയോ എടുക്കുന്നുണ്ട്, ചേട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ. വണ്ടിയുടെ വീഡിയോ ആണ് എടുക്കുന്നത്. ഞാനാണെങ്കിൽ എൻ്റേതായ രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. കുട്ടികളാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ, ഒന്നും പറയണ്ട, അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ ദേ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ വീട്. ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ, പക്ഷേ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഗൈസ്. അവിടെ ഒരു പാറമട ഉണ്ട് കേട്ടോ, അതാണ് കേട്ടോ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ആ പാറമട നമുക്ക് നല്ലതായിട്ട് കാണാം, പക്ഷേ എൻ്റെ ക്യാമറയിൽ കാണത്തില്ല ഗൈസ്. അത് നമ്മുടെ ടൗണാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റും, പക്ഷേ എങ്കിലും ശരിക്കും ക്ലിയർ അല്ല കേട്ടോ.
അപ്പോൾ അതേ അവിടെ കിടന്ന് കിട്ടിയൊരു മാങ്ങയാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ കടിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് തിന്നാനൊരു പേടി, ഞാനത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഈ മലയൊക്കെ കയറിയിട്ട് വേണം ഗായ്സ് നമ്മൾ എന്താ പറയണേ ശരിക്കും എത്താനുള്ള മല ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ ചേട്ടൻ വണ്ടി കയറ്റിക്കൊണ്ടുവരുന്ന വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. ഞാൻ ചുമ്മാ എടുത്താണ്, എനിക്ക് അങ്ങനെ എടുക്കാനൊന്നും അറിയില്ല. കുഞ്ഞിനാണെങ്കിൽ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, ചേട്ടനപ്പോൾ വീഡിയോ ഇടുന്നതാണ് കേട്ടോ വണ്ടിയുടെ ഒക്കെ. അപ്പോൾ അങ്ങനെ വണ്ടിയൊക്കെ കയറി വരുന്നുണ്ട്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, പക്ഷേങ്കിൽ അത്രയും പാടാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ തടിപ്പണിക്കുള്ള വണ്ടികളൊക്കെ കയറി ഇറങ്ങി പോകുന്ന റോഡാണ് കേട്ടോ. അവർക്കൊക്കെ ഭയങ്കര സിമ്പിളാണ്, പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല ടെൻഷനാവും കേട്ടോ. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുഞ്ഞിനെ ഓടിച്ചാടി പോകുന്നുണ്ട്. അപ്പോൾ മല കയറി വരുന്നുണ്ടോ, അടിപൊളിയാല്ലേ. ഇങ്ങനെയൊന്നുമല്ല എടുക്കണ്ടേ, എന്നാലും ഞാൻ എടുത്തു എന്നുള്ളൂ. പിള്ളേരാണെങ്കിൽ എന്ത് ഹാപ്പിയാണെന്നറിയോ, അവർക്ക് ഒരു ഇതും ഇല്ല കേട്ടോ. എനിക്കാണെങ്കിൽ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു സന്ധ്യ ആവണോണ്ടേ. അപ്പോൾ ഇതാണ് കേട്ടോ വ്യൂ, അടിപൊളി വ്യൂ ആയിരുന്നു. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മലയിലെത്തിയപ്പോൾ കുറേ പേരിങ്ങനെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലാണ് നിൽക്കണമെങ്കിൽ അവിടെ പടക്കമൊക്കെ പൊട്ടിക്കണം, കമ്പിത്തിരി പൂത്തിരിയൊക്കെ കത്തിക്കണം, നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ. അങ്ങനെ മലയിൽ നിന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഇങ്ങനെ നമുക്ക് മരങ്ങളും കുറച്ച് വീടുകളും, ആ വീട്ടുകളിലൊന്നും താമസമില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ സത്യം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. റബ്ബർ തോട്ടം പോലെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. റബ്ബർ തോട്ടമല്ല, മഹാഗണിയുടെ തോട്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെയും യാത്ര തുടരുകയാണ് ഗായ്സ്. അപ്പോൾ ഇനി അടുത്ത് ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇത്. അവിടെ ആളുകളൊന്നും ഇല്ലാതെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇറങ്ങി നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഞാനെടുത്ത വീഡിയോസ് ഇതൊക്കെയാണ് കേട്ടോ. ചേട്ടനാണ് തനിമോളുടെ ഫോട്ടോസൊക്കെ എടുത്തത്. നമ്മുടെ ക്യാമറയിൽ അത്ര എന്താ പറയുക ഇരുട്ടായതുകൊണ്ട് ക്ലാരിറ്റി കിട്ടണില്ലാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങ് പോരുകയാണ് കേട്ടോ ചെയ്തത്. അടിപൊളി വ്യൂ ആണ്. ഇത് കണ്ടോ, നല്ല മഞ്ഞൊക്കെ ആയിട്ട് തട്ടായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അവർ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ അത് വീഡിയോസാക്കി എടുത്തു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല രസമായിരുന്നു. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായതുകൊണ്ട് ഇച്ചിരി നേരം വൈകിപ്പോയി എന്നുള്ളൊരു പോരായ്മ മാത്രമേ ഉള്ളൂ. വിഷുവൊക്കെ അല്ലേ, നമ്മൾ അന്നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാനായിട്ട് താമസിച്ചു. പിന്നെ അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു, നമ്മൾ പെട്ടെന്ന് എടുത്ത പ്ലാനായിരുന്നു. നമ്മുടെ തനിമോളുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഒറ്റ മൈൻഡിൽ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ തനിമോൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമ്മൾ ശരിക്കുള്ള ഒരു വ്യൂ പോയിന്റിൽ എത്താനായിട്ട് കേട്ടോ. അപ്പോൾ നല്ല ഒരു ട്രക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഈ ഒരു ഇരുണ്ട വെളിച്ചത്തിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ പോകുന്നത്, പിന്നെ ആകാശം ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു. പക്ഷേങ്കിൽ അവിടെ ചെന്നിട്ട് എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇരുട്ടായി പോയിട്ടോ. അതിപ്പോൾ എന്താ പറയുക, നമ്മൾ ഇറങ്ങിയതിൻ്റെ സമയം കുറച്ച് വൈകിപ്പോയി അത്ര. അപ്പോൾ ഇതാണ് കേട്ടോ വ്യൂ പോയിൻ്റ്. അത് കാണാൻ പറ്റാത്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി ഇട്ടിട്ട് കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് നടന്നാലാണ് നമുക്ക് ആ പാറയിലെത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആമി അമ്പാടിയും ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് നടരാജ് എക്സ്പ്രസ്സിന് പോവുകയാണ് കേട്ടോ. വെട്ടവും വെളിച്ചമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഇനി കാണുന്നതാണ് നമ്മൾ കാണാൻ വന്ന കാഴ്ചകൾ കേട്ടോ. എൻ്റെ ക്യാമറയിലൊന്നും കാണാൻ പറ്റുന്നില്ല, അത് വേറെ കാര്യം. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ വന്ന് പക്ഷേ ഒരു രാത്രിയുടെ ഒരു വൈബ് ഉണ്ടല്ലോ, അത് അടിപൊളി വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം കേട്ടോ. പക്ഷേങ്കിൽ വീട് എവിടെ ഇരിക്കണേന്ന് തമ്പുരാന് മാത്രം അറിയാം കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ, അറിയാൻ പറ്റുന്നില്ല, അതാണ് സത്യം കേട്ടോ. പകൽ വന്നാലും അറിയൊന്നുമില്ല, കുറേ മലകളും എന്താ പറയുക കുറേ കെട്ടിടങ്ങളൊക്കെ പൊങ്ങി നിൽക്കണേ, അല്ലാതെ നമ്മുടെ വീടൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും നമുക്കൊന്ന് കാണാമല്ലോ എന്നോർത്താണ് കേട്ടോ കയറി വന്നത്. പക്ഷേ ഇങ്ങനെ നല്ല രാത്രിയായിപ്പോയി ഗൈസ്, നല്ല വെട്ടമൊക്കെ കാണാം. പക്ഷേ ഈ ഒരു വൈബ് നമുക്ക് പകൽ വന്നാൽ കിട്ടത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ കാഴ്ചകളൊക്കെ കണ്ട് നല്ല പാട്ടൊക്കെ പാടി ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. പക്ഷേ പാട്ടൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നില്ല, കോപ്പി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാട്ടൊന്നും ഉൾപ്പെടുത്തുന്നില്ല. അങ്ങ് ദൂരെ വിഷു ആണല്ലോ, അപ്പോൾ നല്ല പൂത്തിരിയൊക്കെ കത്തുന്നുണ്ടായിരുന്നു ആകാശത്ത് പോയിട്ട് പൊട്ടുന്നത്. ആമിക്കാണേ വയ്യാണ്ടായി. ആമി പറഞ്ഞു നമുക്ക് പോവാം ഉറക്കെ വരുവാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് എന്താണെന്നറിയോ ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഇത് മഞ്ഞാണ് കേട്ടോ. നമ്മൾ ഇരുന്ന് തനിമോള് നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഇങ്ങനെ
വെളിച്ചത്തിൽ ഇങ്ങനെ മഞ്ഞിങ്ങനെ പോകുന്നതാണ് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു കട്ടൻ കാപ്പിയൊക്കെ കിട്ടുവാൻ നല്ല രസമുണ്ടായിരുന്നു. പെട്ടെന്ന് എടുത്ത തീരുമാനമായതുകൊണ്ട് നമുക്കൊന്നും സെറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടിട്ട് നമ്മൾ ചുമ്മാ പോയി അപ്പുറപ്പുറത്ത് ഇരുന്നു, കുറേ പാട്ട് പാടി, കുറേ വിശേഷങ്ങൾ പറഞ്ഞു. പിന്നെ എന്താ ലൈറ്റ്സൊക്കെ കണ്ടു. അതായത് ഇപ്പോൾ താഴേക്ക് നോക്കുമ്പോഴത്തേന് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ലൈറ്റ്സൊക്കെ കണ്ടു. പിന്നെ എന്താ പറയുക, അവിടെ പാറപ്പുറത്ത് അങ്ങനെ കിടന്നു കേട്ടോ. അവിടെ എങ്ങനെ കിടക്കാനേ തോന്നും കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ അതേ കുട്ടികളൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട്. ചേട്ടനാണെങ്കിൽ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കണ്ട് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യുകയല്ല ഇത് ഞങ്ങൾ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടുണ്ടായത്. അപ്പോൾ അതേ തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ. പോയ വഴി തന്നെയാണ്, എന്നാലും ഈ ലൈറ്റ് വെട്ടത്തിൽ കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ. എനിക്കങ്ങനെയൊക്കെയാണ് കേട്ടോ. ചെറിയ ചെറിയ വെട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ തിരിച്ചു പോരുകയാണ്. ആമിക്ക് എങ്ങനെയും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തെ അത്ര ദൂരം ഇല്ല കേട്ടോ തിരിച്ചു വരുമ്പോൾ. അതായത് നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേന് എന്താ എത്താത്തേ എന്നുള്ളൊരു ചിന്തയായിരിക്കും. അതെനിക്ക് അങ്ങനെയാണ് കേട്ടോ. പക്ഷേ എങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേനും പെട്ടെന്ന് ഇങ്ങനെ എത്തുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയത്രയും ദൂരം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഇതേ ഞങ്ങൾ തിരിച്ചിറങ്ങി പോരാണ് കേട്ടോ. അപ്പോൾ വേറൊരു ദിവസം കണ്ണും പകലുള്ളപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞുള്ള ഒരു ചർച്ചയൊക്കെ നടന്നുകൊണ്ടാണ് വരുന്നത്. പാട്ടൊക്കെ പാടി ഞങ്ങളിങ്ങനെ പോകുന്നു. നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. നോക്കുന്നു കേട്ടോ. കൈ ഇടിച്ചോട്ടെ അവിടൊന്നും കാണത്തില്ല, പക്ഷെ ഇവിടെ തന്നെ വയ്ക്കാം. പാട്ട് പാടുന്ന തനമോളെ പാട്ട് വല്ലതും ഉണ്ടോ? അതെ അതെ, നീണ്ട് ഇതെന്താണ് വലിയ എത്താത്ത? തീരാറായോ? അയ്യോ, ദൈവമേ, പെരുന്നാക്ക് കുറച്ച് ഉണ്ടായി. പെട്രോളില്ല വലിയ ഇത് മുരിങ്ങ നിക്കണുണ്ടോ? അത് ഫുള്ള് മുരിങ്ങയാ. വയസ്സായി നിക്കണു, പക്ഷെ കോലില്ല. ആണോടി? ശേ, വർത്താനം കേൾക്കുമ്പോളാ. പക്ഷെ എനിക്ക് അവരുടെ ഭാഷ ഇഷ്ടമാണ്. പിന്നെ കോഴിക്കോടില്ലേ, കോഴിക്കോട് നമുക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവും. കപ്പിലാവ് നിൽക്കണം. ഇല്ല ഇതിനകത്ത് വീട് അവിടെ ഗർത്തമാണ്. ഗർത്തം പിടിച്ചിരുന്നോ കുഞ്ഞാ, കെയർഫുൾ. മതിയല്ലേ നമ്മുടെ വഴി രാത്രിയിലേക്കാണോ? നീ അറിയാം ഞാനിറങ്ങട്ടെ. അപ്പോൾ ഇതേ നമ്മൾ നോർമൽ വഴിയിലേക്ക്, ടാറിട്ട വഴിയല്ല, കോൺക്രീറ്റ് വഴിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാറിട്ട വഴിയിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ ഇന്ന് സർപ്രൈസായിട്ട് കിട്ടിയൊരു യാത്രയായിരുന്നു. അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ റോഡ് എത്തിയിട്ടുണ്ട്. ഇതാണ് മെയിൻ റോഡ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബൈക്ക് വെച്ചിരിക്കുന്നത്. ബൈക്കിൽ ഞാനും കുഞ്ഞനും ബൈക്കിലാണ് കേട്ടോ പിന്നെ പോയത്. അപ്പം എന്താ പറയുക, അടിപൊളി വിഷുവായിരുന്നു. എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, സീ യു.